നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. വാഹനത്തിന് മൈലേജ് കുറയുന്നു, അല്ലെങ്കിൽ കമ്പനി പറയുന്ന മൈലേജ് വാഹനത്തിന് കിട്ടുന്നില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പലരും പല കംപ്ലയിൻറ്റ്സ് പറയുന്നുണ്ട്. ഇതുപോലെ കഴിഞ്ഞ ദിവസം ഒരു സബ്സ്ക്രൈബർ മെസ്സേജ് ഇട്ടിരുന്നതാണ്. അരുൺ ജി ദത്തൻ എന്നുള്ളൊരു പേരിലാണ് കിടക്കുന്നത്. പുള്ളി ചോദിച്ചിരിക്കുന്നത്, ബ്രോ എൻ്റെ ഓൾട്ടോ കേറ്റൻ VXi മൈലേജ് കുറവാണ്, എന്തായിരിക്കും റീസൺ? വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല. ഞാനിതിൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പറഞ്ഞതുപോലെ, നമ്മൾ ഒരു വാഹനത്തിൻ്റെ ഒരു കംപ്ലയിൻറ്റ് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഏത് വർഷത്തെ വാഹനം, എത്ര കിലോമീറ്റർ ഓടി എന്നും കൂടെ മനസ്സിലാക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതും കൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഈ വാഹനത്തിന് ഓട്ടം കുറവുണ്ടോ, അല്ലെങ്കിൽ ഓട്ടം നന്നായിട്ടുണ്ടോ, ഏത് വർഷത്തെ വാഹനമാണ്, എന്തൊക്കെ കംപ്ലയിൻറ്റ്സ് അതിന് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ കുറിച്ച് കൂടുതൽ പറയാൻ സാധിക്കും. പക്ഷേ അത് മെൻഷൻ ചെയ്തിട്ടില്ല. കുഴപ്പമില്ല, ഞാൻ ഏതായാലും എനിക്ക് ഫെമിലിയർ ആയിട്ടല്ലാതെ ഞാൻ സ്ഥിരം കാണുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ എല്ലാവർക്കും ഒന്ന് മെൻഷൻ ചെയ്ത് തരാം. അതായത് വാഹനത്തിന് കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ വാഹനത്തിന് മൈലേജ് കുറയുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ വാഹനത്തിന് വേറെ കംപ്ലയിൻറ്റ്സ് ഇല്ല എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അത് മാത്രമല്ല, നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ ഹാബിറ്റും കൂടെയാണ്. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു ഹാബിറ്റ് കൊണ്ടും വാഹനത്തിൻ്റെ മൈലേജ് കുറയാറുണ്ട്. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാഹനത്തിന് നമ്മൾ കൂടുതൽ മൈലേജ് കിട്ടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ക്ലച്ച് ചവിട്ടിയൊക്കെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയൊരു മൈലേജ് ചിലപ്പം കിട്ടുമായിരിക്കും, പക്ഷേ അതുകൊണ്ട് വാഹനത്തിന് കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് മൈലേജ് കുറയുന്നു എന്നുള്ള ഇതിൽ ഞാൻ ഈ പറയുന്ന പോലെ മെയിനായിട്ടുള്ളൊരു കാര്യം, നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഗിയർ ഷിഫ്റ്റിംഗ് പാറ്റേൺ അത് നമ്മൾ പ്രോപ്പറായിട്ട് നോക്കണം. മൈലേജ് രീതി, അതിൽ ഒരു വാഹനത്തിൻ്റെ മൈലേജ് കിട്ടണം എന്നുള്ള രീതിക്ക് വാഹനം ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2000 RPM മേളിലോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യണം. എൻജിൻ നോക്കിംഗ് ഇല്ലാത്ത രീതിയിലൊന്ന് കൺഫേം ആക്കിക്കോണം. നോർമൽ റോഡിൻ്റെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ നോക്കി വാഹനം ഓടിക്കുന്നത് നല്ലതാണ്. ഓവറായിട്ട് സ്പീഡ് ചെയ്യാതിരിക്കുന്നത് നല്ലതാണ്. ഓവറായിട്ട് അലച്ച് റേസ് ചെയ്തൊക്കെ വാഹനം ഓടിക്കുന്ന വാഹനത്തിന് മൈലേജ് കുറവായിരിക്കും. എന്നാൽ വളരെ മര്യാദയ്ക്ക്, അതായത് ഒരു 40-50 കിലോമീറ്റർ സ്പീഡിനകത്ത് നോർമൽ 5th ഗിയറിലൊക്കെ ഓടുന്ന വാഹനത്തിന് ഉറപ്പായിട്ട് മൈലേജ് കിട്ടും. ഞാൻ ഈ പറയുന്ന 2 രീതിക്കും വാഹനം ഓടിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞാൻ ഉപയോഗിക്കുന്ന ഒരു സെലീറിയാണ്. എനിക്ക് ആ വാഹനത്തിൽ 14 മൈലേജ് കിട്ടിയിട്ടുണ്ട്, 22 മൈലേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 രീതി എന്ന് പറയുമ്പോൾ ഞാൻ ഓടിക്കുന്ന 2 രീതിയാണ്. അതായത് ചില സമയത്ത് എനിക്ക് നല്ല ഇതായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല സ്പീഡിലായിരിക്കും അടിച്ച് വിട്ട് പോകുന്നത്. അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ മൈലേജ് കുറയും. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് എത്തേണ്ട ദൂരം, അതായത് ചിലപ്പോൾ 100 കിലോമീറ്റർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് സമയം എടുക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ എൻ്റെ വാഹനത്തിൻ്റെ മൈലേജ് കുറയും. എന്നാൽ 100 കിലോമീറ്റർ ഓടാൻ വേണ്ടി കുറച്ച് കൂടുതൽ സമയം എടുക്കുകയാണെങ്കിൽ വാഹനത്തിൻ്റെ മൈലേജും കൂടുതൽ കിട്ടും. എൻ്റെ എന്നാ പറയുന്നത്, സ്ട്രെസ്സും കുറവായിരിക്കും. നല്ല കംഫർട്ടബിളായിട്ട് എനിക്ക് ചെല്ലാനും പറ്റും. നല്ല ഇതായിട്ട് നമ്മുടെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതും വാഹനത്തിൻ്റെ മൈലേജിൻ്റെ ഒരു വലിയൊരു റീസൺ തന്നെയാണ്. ഇതൊക്കെ ഓക്കെയാണ്, നമ്മൾ ഓടിക്കുന്ന രീതി, ട്രാൻസ്മിഷൻ്റെ രീതി, കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ കുറച്ച് കാര്യങ്ങളോട് നോക്കുക. ഫ്യൂവലിൻ്റെ ക്വാളിറ്റിയുടെ പ്രശ്നം കൊണ്ട് വരാം. ഫ്യൂവൽ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ഇഞ്ചക്ടേഴ്സിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ വരാം. അത് കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങളും ഡീസൽ ഫിൽറ്റേഴ്സ്, അതായത് ഡീസൽ ഫിൽറ്റർ അല്ലെങ്കിൽ പെട്രോൾ ഫിൽറ്റർ മാറാത്ത വാഹനങ്ങൾക്കും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എയർ ഫിൽറ്റേഴ്സ്, അതൊരു വലിയ ഘടകമാണ്. നമ്മുടെ വാഹനം നമ്മൾ ശ്വസിക്കുന്നത് പോലെ, അതായത് നമ്മുടെ മൂക്ക് നമ്മളൊന്ന് പൊത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് ഒരു പണിയും ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മൾ അതുപോലെ സഫക്കേഷൻ ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു സഫക്കേഷൻ തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിനും ഉണ്ടാകും. എയർ വലിക്കാൻ സാധിച്ചില്ലെന്നുണ്ടെങ്കിൽ, അതായത് പുറത്തുനിന്നുള്ള എയർ വലിച്ചെടുത്ത് എഞ്ചിനിലോട്ട് കൊണ്ടുവരാൻ സാധിച്ചില്ലെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ വാഹനത്തിൻ്റെ മൈലേജിന് വലിയ ലോസ് ഉണ്ടാകും. പുള്ളിംഗ് ലെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ വാഹനത്തിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷനും മൈലേജിനെ വലുതായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ബാറ്ററിക്ക് കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാറ്ററിയുടെ സെല്ലിന് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ പോലും ഓൾട്ടർനേറ്റർ അതുപോലെ ഏത് നേരവും ലോഡ് എടുത്തുകൊണ്ടിരിക്കും ബാറ്ററി ചാർജ് ആക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് വാഹനത്തിൻ്റെ ബാറ്ററിക്ക് ആണെങ്കിൽ പോലും പ്രശ്നമുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിന് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറി വിടുക. ഈ പറഞ്ഞ പ്രോബ്ലംസ് എല്ലാം തീരുന്നതായിരിക്കും.